ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ആമസോൺ പ്രൈം ഉപയോക്താക്കൾക്ക് തിരിച്ചടി. ഇനി മുതൽ പ്രോഗ്രാമുകൾക്കിടയ്ക്ക് പരസ്യം കാണേണ്ടി വരും, അല്ലെങ്കിൽ അധിക പണം നൽകണം. പരസ്യരഹിതമായി ആസ്വദിക്കുന്ന പ്രൈം വീഡിയോ കണ്ടന്റുകളിൽ ഇനി മുതൽ പരസ്യങ്ങൾ കാണിച്ചു തുടങ്ങും. അടുത്ത മാസം 17 മുതലായിരിക്കും ഇന്ത്യയിൽ മാറ്റങ്ങളുണ്ടാകുക. കഴിഞ്ഞ വർഷം മുതൽ ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയിരുന്നു. പരസ്യങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഒരു ആഡ് ഫ്രീ പ്ലാനും ആമസോൺ അവതരിപ്പിക്കുന്നുണ്ട്. ഇതിനായി പ്രതിമാസം 129 രൂപയോ വാർഷികമായി 699 രൂപയോ അധികം നൽകേണ്ടി വരും. നിലവിലുള്ള 1499 രൂപയുടെ വാർഷിക പ്രൈം അംഗത്വത്തിന് പുറമെയായിരിക്കും ഈ തുക. മറ്റ് പ്രൈം ആനുകൂല്യങ്ങളെല്ലാം പഴയതുപോലെ തുടരും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മുഖമിനുക്കി ഗൂഗിൾ 10 വർഷത്തിന് ശേഷമാണ് ഗൂഗിൾ ലോഗോയിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഗൂഗിളിന്റെ പ്രശസ്തമായ G എന്നെഴുതിയ ലോഗോയിൽ നിസ്സാര മാറ്റങ്ങളാണ് വരുത്തിയത്. നേരത്തെ 4 നിറങ്ങൾ ഓരോ ബ്ലോക്കുകളായിട്ടായിരുന്നു വിന്യസിച്ചിരുന്നത്. ചുവപ്പ്, മഞ്ഞ, പച്ച, നീല നിറങ്ങൾ നിലനിർത്തിക്കൊണ്ട് വിന്യസിച്ചതാണ് പുതിയ മാറ്റം. വിവിധ ടെക് മാധ്യമങ്ങളാണ് മാറ്റം റിപ്പോർട്ട് ചെയ്തത്. ഗൂഗിളിന്റെ നിർമ്മിത ബുദ്ധി ചാറ്റ് ബോട്ടായ ജെമിനിയുടെ ലോഗോയിൽ ഗ്രേഡിയന്റായാണ് നിറങ്ങൾ വിന്യസിച്ചിരിക്കുന്നത്. ഇതിനോട് സാമ്യമുള്ളതാണ് ഗൂഗിളിന്റെ മാറ്റം വരുത്തിയ ലോഗോ. iOS പിക്സൽ ഫോണുകളിലായിരിക്കും പുതിയ ലോഗോ ഉടൻ ലഭ്യമാകുക. 2015 സെപ്റ്റംബറിലാണ് ഒടുവിൽ ഗൂഗിൾ ലോഗോയിൽ കാര്യമായ മാറ്റം വരുത്തിയത്. അതേസമയം മാറ്റത്തിൽ പലരും വിയോജിപ്പ് രേഖപ്പെടുത്തി. മാറ്റം ചെറുതാണെങ്കിലും AI കാലത്തിനനുസരിച്ച് ആധുനികമാണ് പുതിയ ലോഗോ എന്നാണ് മറ്റു ചിലർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റെയ്ബാൻ മെറ്റ സ്മാർട്ട് ഗ്ലാസുകൾ ഉടൻ ഇന്ത്യയിലെത്തും. വിരലനക്കുക പോലും ചെയ്യാതെ ഫോട്ടോകളും വീഡിയോകളും എടുക്കാൻ ഈ സ്മാർട്ട് ഗ്ലാസുകൾക്ക് സാധിക്കും. ഫേസ്ബുക്കിന്റെ മാതൃകമ്പനി മെറ്റ അവതരിപ്പിക്കുന്ന റെയ്ബാൻ മെറ്റ സ്മാർട്ട് ഗ്ലാസുകൾ ഈ മാസം ഇന്ത്യയിലെത്തും. ഗ്ലാസുകൾ ഇപ്പോൾ പ്രീ ഓർഡർ ചെയ്യാം. മെയ് 19 മുതൽ റെയ്ബാൻ.com-ലും പ്രമുഖ ഒപ്റ്റിക്കൽ സൺഗ്ലാസ് സ്റ്റോറുകളിലും ഇവ ലഭ്യമാകും. വിവിധ സ്റ്റൈലുകളിൽ ലഭ്യമായ സ്മാർട്ട് ഗ്ലാസുകളുടെ വില 29,900 രൂപ മുതൽ 35,700 രൂപ വരെയാണെന്നാണ് വിവരം. മെറ്റ AI അസിസ്റ്റ് സംയോജിപ്പിച്ചാണ് ഗ്ലാസുകൾ. ഈ കണ്ണട ഉപയോഗിച്ച് കാണുന്നതെന്തും ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും ലൈവ് സ്ട്രീം ചെയ്യാൻ സാധിക്കും. ഫോട്ടോകളും വീഡിയോകളും പകർത്താം. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ സംഗീതവും പോഡ്കാസ്റ്റുകളും ആസ്വദിക്കാനാവും. വിരൽ അനക്കുക പോലും ചെയ്യാതെ ഫോട്ടോകളും വീഡിയോകളും എടുക്കാൻ ഈ സ്മാർട്ട് ഗ്ലാസുകൾക്ക് സാധിക്കും. സ്മാർട്ട് ഗ്ലാസ്സിലുള്ള ബിൽറ്റ് ഇൻ ക്യാമറകൾ ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് ഹാൻഡ് ഫ്രീ ആയി അവർ കാണുന്ന ദൃശ്യങ്ങളുടെ ഫോട്ടോകളും വീഡിയോകളും പകർത്താം. ഫോട്ടോകളും വീഡിയോകളും എടുക്കുക, കോൾ ചെയ്യുക, സന്ദേശങ്ങൾ അയക്കുക, നിർദ്ദേശം നൽകുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുക തുടങ്ങിയ വിവിധ ജോലികൾ ഹായ് മെറ്റ വോയിസ് കമാൻഡ് മാത്രം ഉപയോഗിച്ച് ചെയ്യാം. മെറ്റ AI-യുമായി സംവദിക്കാനും ഇത്തരത്തിൽ അനായാസം സാധിക്കും. വാട്ടർ പ്രൂഫാണ് ഈ കണ്ണടകൾ. ഉടൻ തന്നെ മെക്സിക്കോ, ഇന്ത്യ, UAE എന്നിവിടങ്ങളിൽ റെയ്ബാൻ മെറ്റ ഗ്ലാസുകൾ അവതരിപ്പിക്കുമെന്നാണ് നിർമ്മാതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഐഫോൺ വിലകൾ വർദ്ധിക്കാൻ സാധ്യത. ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് നയം കമ്പനിക്ക് തിരിച്ചടിയായതായി റിപ്പോർട്ട്. വരാനിരിക്കുന്ന iPhone 17 സീരീസിൽ വില വർദ്ധിപ്പിക്കാൻ ആപ്പിൾ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ തീരുവ ആപ്പിൾ കമ്പനിയെ നേരിട്ട് ബാധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഈ നഷ്ടം ഐഫോണുകളുടെ വിലയിൽ നിന്ന് നികത്താനാണ് കമ്പനിയുടെ നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ. സാമ്പത്തിക വർഷത്തിന്റെ ഈ പാദത്തിൽ തന്നെ ആപ്പിൾ ഏകദേശം $900 മില്യൺ അധിക ചെലവുകൾ നേരിടുന്നുണ്ട്. 20% സ്മാർട്ട് ഫോൺ ഇറക്കുമതി താരിഫാണ് ഇതിന് പ്രധാന കാരണം. അതേസമയം ആപ്പിൾ ഇതുവരെ ഔദ്യോഗികമായി വിലവർദ്ധനവ് സ്ഥിരീകരിച്ചിട്ടില്ല. ഡിസൈൻ നവീകരണത്തിലൂടെയും പുതിയ ഫീച്ചറുകളിലൂടെയും ഈ വർധനവിനെ ന്യായീകരിക്കാൻ ആപ്പിൾ സൂക്ഷ്മമായി പദ്ധതിയിടുന്നതായും അതുകൊണ്ട് തന്നെ വ്യാപാര താരിഫുകളെക്കുറിച്ചുള്ള നേരിട്ടുള്ള പരാമർശങ്ങൾ ശ്രദ്ധാപൂർവം ഒഴിവാക്കുന്നുവെന്നും വിവിധ റിപ്പോർട്ടുകൾ പറയുന്നു. സ്മാർട്ട് ഫോൺ നിർമ്മാണത്തിൽ ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ആപ്പിൾ കുറച്ചുകാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്പനിയുടെ ആഗോള കയറ്റുമതിയുടെ 13 മുതൽ 14% വരെ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യ പോലുള്ള ഒരു വിപണിയിൽ ആപ്പിളിന്റെ സാന്നിധ്യം ക്രമേണ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിലവർദ്ധനവ് ഐഫോണിന്റെ ആവശ്യകതയെ എത്രത്തോളം ബാധിക്കുമെന്നതും ശ്രദ്ധേയമായിരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.